ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല മുരുമുര അരിമുറുക്കാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് വീട്ടിലില്ലേ, അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും കുറച്ചൊക്കെ നടക്കണ്ടേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല കിടിലനൊരു അരിമുറുക്ക് തയ്യാറാക്കാം, നല്ല മുരുമുര അരിമുറുക്ക്. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ സ്പൂണിൽ ഈ ഒരു സ്പൂണിൽ 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ജീരകമാണ്. ഒരു 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി 1 സ്പൂണാണ്, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും കൂടിപ്പോകുകയോ അതുപോലെ തന്നെ കുറഞ്ഞു പോകുന്നതിൽ ഈ ഒരു പരുവമാണ് നമ്മുടെ മാവിന് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ മാവ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സേവനാഴിയാണ്. അപ്പോൾ ഇതാ സേവനാഴി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു അച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു അച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുറുക്കിനൊക്കെ ഉള്ള ഒരു അച്ചാണിത്. ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് ഫുള്ളായിട്ടൊന്ന് സേവനാഴിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം സേവനാഴിയിൽ നിന്ന് ആ മാവിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ നീളത്തിനുള്ള മുറുക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി നീളത്തിന്. അപ്പോൾ ഇതാ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അരിമുറുക്ക് റെസിപ്പിയാണിത്. തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. അപ്പോൾ 2 സൈഡും നന്നായിട്ടൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിക്കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുറുക്ക് കൂടെ ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള അരിമുറുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.